വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം തുടങ്ങിയിരിക്കുന്നു. ദുരന്തസ്ഥലത്തെ തെരച്ചിലും മൃതദേഹങ്ങളുടെ സംസ്കാരവുമാണ് പ്രധാന അജണ്ട. പുനരധിവാസം സംബന്ധിച്ച പ്രാഥമിക ചർച്ചയും ഉണ്ടാകും. ദീപക് ധർമ്മടം വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ദീപക്, ഈ കണ്ടെത്താനുള്ളവരെത്ര, കാണാതായവരെത്ര എന്നുള്ള കണക്ക് ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന പശ്ചാത്തലം, ഓരോ ദിവസം കഴിയുമ്പോഴും റിക്കവറിയുടെ എണ്ണം കുറഞ്ഞു വരുന്ന സാഹചര്യം, ആക്ഷൻ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നാലോചിക്കുന്ന ഘട്ടം, ചാലിയാറിലെ തെരച്ചിലിനാണെങ്കിൽ പുതിയ പോയിന്റ് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നതിനെക്കുറിച്ച് ആലോചന നടക്കുന്ന ഒരു ഘട്ടം. അതിനിടയിൽ സർക്കാരിൻ്റെ ആ യോഗം പ്രധാനമാണ്. എന്താണ് യോഗവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ, ദീപക്? റീജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരച്ചിൽ തുടരുകയാണെങ്കിലും തിരച്ചിലിൽ കണ്ടെത്തൽ സാധ്യതകൾ വളരെ കുറയുന്നു. നമുക്കറിയാം, ദിവസങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും 14 മൃതദേഹം കിട്ടിയ ദിവസം, അത് കഴിഞ്ഞ് 4 മൃതദേഹം, പിന്നീട് 1 മൃതദേഹം, ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ശരീരഭാഗങ്ങൾ മാത്രമായി കിട്ടുന്ന സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇനി എന്തു ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. തിരച്ചിൽ തുടരേണ്ടതിനെ കുറിച്ചുള്ള തിരച്ചിൽ തുടരണമെന്നുള്ളത് തന്നെയാണ് സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചത്. അതിനുള്ള നിർദ്ദേശവും നൽകിയതാണ്. അപ്പോൾ ഈ കാര്യം ഒരു ഭാഗത്ത്, മറ്റൊന്ന് കൂട്ടമായ മൃതദേഹ സംസ്കരണവും അതുപോലെ തന്നെ ശരീരഭാഗ സംസ്കരണവും ഇന്ന് വീണ്ടും നടക്കാൻ പോകുന്നു. ഇന്നലെ 8 എണ്ണം സംസ്കരിച്ചു. ഇത് രണ്ടും ഒരു പ്രധാന അജണ്ട തന്നെയാണ്. മുഖ്യമന്ത്രി അടിയന്തരമായ ഉന്നതതല യോഗം വിളിക്കുന്നു. മന്ത്രിസഭയുടെ ഉപസമിതി, 4 അംഗ മന്ത്രിമാരുടെ ഉപസമിതിയുണ്ട്. ആ ഉപസമിതി അംഗങ്ങളുടെ യോഗമാണ് ആദ്യം. ഇത് കഴിഞ്ഞ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതിൽ 3 അജണ്ടകളാണ് പ്രധാനമായുള്ളത്. ഒന്ന് തിരച്ചിൽ, രണ്ടാമത്തത് സംസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലെ പ്രാഥമിക ചർച്ചയും തുടങ്ങി വെച്ച് കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു കൺട്രോൾ റൂമായി പ്രവർത്തിച്ചുകൊണ്ട് പുനരധിവാസ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ആസൂത്രണവും വിശകലനവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അതായത് റവന്യൂ ലാൻഡ് തന്നെ കണ്ടെത്തിക്കൊണ്ട് ഇവർക്കൊരു ശാശ്വതമായ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ പേരിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും വിവരങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. കാരണം ചില സംഘടനകൾ, ചില വ്യക്തികൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നു. ഭക്ഷണ വിതരണത്തിൻ്റെ പേരിൽ ചില പണം പിരിവുകൾ നടത്തുന്നു. അതുപോലെ മറ്റു പല കാര്യങ്ങളും പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ അത്തരം ചില നീക്കങ്ങൾ നടക്കുന്ന കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിൽ ഏകോപിതമായി ഒരു വൺ വിൻഡോ സിസ്റ്റത്തിൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കുക എന്നുള്ളതിലേക്കാണ് കടക്കുന്നത്. അതൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയുന്നത്.